ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഇതൊരു വ്ളോഗാണ്, നമ്മളൊരു ടെമ്പിൾ വ്ളോഗാണെന്ന് എടുക്കാൻ പോകുന്നത്. കുറേ നാളായി ഞാനും എൻ്റെ സിസ്റ്ററും നമ്മുടെ ഫാമിലി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു ട്രിവാൻഡ്രത്ത് കുറച്ച് ടെമ്പിൾസിലൊക്കെ പോയി വിസിറ്റ് ചെയ്യണമെന്ന്. സോ നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്ന പോകാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പാലസ്, ദെൻ ആറ്റുകാൽ, കരിക്കകം, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. സോ ലെറ്റ്സ് ബിഗിൻ ദ വ്ളോഗ്. സ്റ്റേ ട്യൂൺ. ഈ ഡ്രസ്സ് കണ്ടോ ഗൈസ്, ഞാൻ തിരിച്ചിട്ടേക്കാണ്, എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റാണ്. സോ നമുക്ക് വ്ളോഗ് കാണാം. ഹായ് ഗായ്സ്, ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റായി, പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ട് തന്നെ റെഡി ആയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് എൻ്റെ ലുക്ക്, ബട്ട് വീട് ഫുൾ മെസ്സായി കിടക്കുകയാണ്. നമ്മൾ കരിക്കകത്തുനിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോണ? കരിക്കക ശ്രീകണ്ഠേശ്വരത്ത് നിന്ന് ഇറങ്ങി കരിക്കകത്തോട്ട് പോവാണ്. അങ്ങനെ സ്കൂൾ ബസ് പോണ വഴി. നമ്മൾ കരിക്കകത്തോട്ടാണ് ഗൈസ് പോകുന്നത്. അടുത്ത് വാ. റൈറ്റ് ആണ് അവിടെ നിന്ന്. നമ്മൾ അവിടെ പോയിട്ട് പൂ വാങ്ങിച്ചു, മുല്ലപ്പൂ വാങ്ങിച്ചു. എന്നിട്ട് പൈസ കൊടുക്കാൻ മറന്നു. പൈസ കൊടുക്കാൻ വന്നപ്പോൾ ഒരു ആൻറ്റി എന്ന് പറഞ്ഞ്, നിങ്ങൾ പൈസ കൊടുക്കാതെ പോകേണ്ട, ആൻറ്റി അവിടെ കിടന്ന് അലയ്ക്കുന്നു. യെസ്, തെറ്റ് നമ്മുടെ ഭാഗത്താണ്. പിന്നെ ഞാൻ പോയി പൈസ കൊടുത്ത്. മുല്ലപ്പൂക്ക് വാങ്ങിച്ചാലോ പൈസ കൊടുത്തില്ല, മറന്നുപോയി, പൈസ കൊടുക്കാൻ മറന്നുപോയി. സത്യം പിറകുന്ന ആള് വന്നു. ഇവിടെ കണ്ട കാഴ്ച ഇഷ്ടം പോലെ. നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയൊരു ഇഷ്ടം പോലെ നിൽക്കണേ. സോ ഗൈസ്, എനിക്ക് അവിടെ വെച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഈ ക്യാമറ ഷൈ ഉണ്ട്. ക്യാമറയുടെ മുന്നിൽ അങ്ങനെ ഒരുപാട് സംസാരിക്കത്തോണ്ട് തന്നെ അങ്ങനെ സംസാരിക്കാൻ ഭയങ്കരമാണ്. കുക്കു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ അവൾ പറയുമായിരുന്നു അവളെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടെന്ന്. അതുകൊണ്ട് അത്ര ഭംഗിയില്ല. നോ, യു ആർ ബ്യൂട്ടിഫുൾ, ബട്ട് യു ആർ ജസ്റ്റ് സിബ്ലിങ്സ് തിങ്സ്. നല്ല രസമുണ്ടല്ലോ അവളെ കാണാൻ, ഒരു നാടൻ പെൺകുട്ടിയെ പോലെ ഉണ്ടല്ലേ. എന്നെ പുകഴ്ത്തോട്ട് എന്റെ ആവശ്യമില്ല. എന്തോ പൈസ ഫ്രണ്ട് അല്ല, ഈ കാവ്യ മാധവനൊക്കെ ഒരു ലുക്ക് ഉണ്ടല്ലോ, അതൊരു ട്രഡീഷണൽ സംഭവം, അവര് അതുപോലെ ഉണ്ട്. പൈസലേ പൊന്നു പറഞ്ഞ സത്യം ഉണ്ടാടാ. അയ്യോ അമ്മച്ചി പൊന്നുപെട്ട കണ്ണു വയ്ക്കാനുള്ള അമ്മച്ചേനെ. ഇവിടെ ഗ്ലോ വരണം. ഇതാണ് പ്രശ്നം. നമ്മൾ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും പ്രശ്നം. നമ്മൾ മോശം പറയണമെങ്കിൽ ഇപ്പൊ കാണാൻ കൊള്ളത്തില്ല, തടിച്ചായിട്ടിരിക്കണം, നല്ല ബോഡി ഷേമിങ് ആയി. കാണാൻ കൊള്ളാന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണു വെച്ച് അടിക്കണ്ടോ. സോ കരിക്കുക അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര കാമൻ ക്വയറ്റായിട്ടുള്ള. ഞാൻ ആദ്യമാണ് ഈ അമ്പലത്തിൽ പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല. അമ്മച്ചി പറഞ്ഞോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഓർമ്മയില്ല ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ അമ്പലത്തിൽ ഓർമ്മയുണ്ട്. അമ്പലത്തിൽ നിന്ന് അറിയാം, എനിക്ക് ഒരു ഓർമ്മയില്ല ഈ അമ്പലത്തിൽ വന്ന കാര്യം. എനിക്ക് ഒരു ഓർമ്മയും ഇല്ല ഈ അമ്പലത്തിൽ ഞാൻ വന്നത്. ഭയങ്കര കാമൻ ക്വയറ്റായിട്ടൊരു അമ്പലമാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ അമ്പലത്തിൽ ഓർമ്മ കാണാൻ. ടൂറിസ്റ്റ് ഈ വഴിയായിരിക്കും അല്ലേടാ. ബ്യൂട്ടിയാണ്. നമ്മളെ ഈ കുമാരി സിനിമയിലൊക്കെ കാണുന്ന പോലെ അത്രയും ഭംഗിയാണ് അമ്പലം. സോ നേരെ നോക്കാൻ
സർപ്പക്കാവ് ഉണ്ട് ഗൈസ്. സർപ്പക്കാവ് മീൻസ് BMW വാങ്ങിക്കണ്ടായിരുന്നു പിന്നെ. അത് കുറച്ച് മാറിയാണ്. അപ്പൊ നിങ്ങൾ കഴിക്കാൻ വിസിറ്റ് ചെയ്യുമ്പം സർപ്പക്കാവ് വിസിറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. മിക്കവാറും മറന്നു പോകും. പക്ഷേ വിസിറ്റിംഗ് സർപ്പക്കാവ് ഇവിടെ കയറണം ഭയങ്കര കാരണം അത് ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര സൈലൻസ് ആണ്. അവിടുത്തെ മണലൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര തണുപ്പാണ്. അത് എനിക്ക് അവിടെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തന്നേനെ. ഞാൻ എൻ്റെ അമ്മാമ്മയോടാണ് പോയത്. ടെമ്പിളെത്തി. സോ ഗൈസ്, ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. ഇപ്പം കുതിരമാളിക പാലസിലാണ് നിൽക്കുന്നത്. കുതിരമാളികയിൽ കയറാൻ 70 രൂപയും അപ്പോൾ വേറെ പാലസും കൂടെ ഉണ്ട്, അവിടെ 30 റുപ്പീസ്. അങ്ങനെ ഒരാൾക്ക് 200 റുപ്പീസ് ആവും. ഞാനിപ്പം ഇവിടെ കുതിരമാളിക മാത്രമേ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. മറ്റ് പാലസ് ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടെ അധികം കാണാൻ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. അവിടെ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. സോ ടിക്കറ്റ് എന്നാ പിടി, ടിക്കറ്റ് മാത്രത്താ. സോ ഗൈസ്, ഇതാണ് ടിക്കറ്റ്. ഇവിടെ രാവിലെ ആണെങ്കിൽ 9 AM മുതൽ 12 PM വരെ. അത് കഴിഞ്ഞിട്ട് 2 PM മുതൽ 4:45 വരെ. അത് കഴിഞ്ഞ് ക്ലോസ് ആവും. സോ അകത്തുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ഷൂട്ട് ചെയ്യാം. പുറത്ത് മാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റൂ. എൻ്റെ അമ്മച്ചി പണ്ട് അമ്മച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എന്താണ് വരുന്നത്. അമ്മച്ചി എക്സൈറ്റഡ് ആണ്? എന്ത് തോന്നുന്നു? അമ്മക്ക് ഇഷ്ടമല്ല, ഞാൻ ലോഗ് എടുക്കുന്നൊന്നും ഇഷ്ടമല്ല. എനിവേ, ലെറ്റ്സ് സീ. ഇവിടെ എന്തിനാണ് ഓണത്തിൻ്റെ ഇത് വരാൻ? നാളെ റെസ്റ്റ് എടുക്കാം. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൊട്ടാരത്തിൽ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, പീസ്ഫുള്ളായിരുന്നു. പിന്നെ എന്നിട്ട് അവിടെ വെച്ച് നമ്മളൊരു പാവപ്പെട്ടൊരു അങ്കിളിനെ കണ്ടു, ഒരു സെക്യൂരിറ്റി അങ്കിൾ. ആ അങ്കിള് എനിക്ക് എൻ്റെ അമ്മാമ്മയ്ക്കും ഫോട്ടോസൊക്കെ എടുത്തു തന്നു. ഞങ്ങൾക്ക് മാത്രം ആരും ഫോട്ടോയൊന്നും എടുത്തു തരാമില്ല. അതാ ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മാവൻ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തു തന്നു. എൻ്റെ അമ്മാമ്മയുടെ നല്ല ഫോട്ടോസൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം നമുക്ക് ഒരു നല്ല ഫോട്ടോ കിട്ടി. ഞാൻ ആഗ്രഹിച്ച പോലൊരു ഫോട്ടോ എനിക്ക് കിട്ടി. സോ അതുകൊണ്ട് ഇങ്ങനെ ഹാപ്പിയാണ്. പിന്നെ ഗായ്സ്, ലൈക്ക് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞൂടെ, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഈ പാലസ്. അത് വേസ്റ്റ് ഇടണത്. നമ്മളെ കയ്യിൽ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടാം. അപ്പം
ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ പാലസ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുള്ളാണ്. ഫോട്ടോഷൂട്ടൊക്കെ നടത്താം. നമുക്ക് പുറത്ത് മാത്രം ഫോട്ടോ എടുത്താൽ മതി. എങ്കിൽ അത് 50 രൂപ. അകത്തും ഫോട്ടോയും വീഡിയോ എടുക്കണമെങ്കിൽ 500 രൂപ നമ്മൾ കൊടുക്കണം. സത്യത്തിൽ എനിക്ക് പുറത്തും ഒക്കെ വീഡിയോ ചെയ്യണം എന്ന് യൂട്യൂബിൽ ഇടണമെന്നുണ്ട്. പക്ഷേ ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇപ്പം ഞാൻ ആര് കാണുമെന്നൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് 500 റുപ്പീസ് സ്പെൻഡ് ചെയ്യണം. മേ ബി ഒരു മണ്ടത്തരമായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു 10 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവുമ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി 500 രൂപ കൊടുത്ത് ഞാൻ അകത്തുള്ള വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്തിട്ട്. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കൊട്ടാരം. സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രണ്ട്സ്, നിങ്ങളുടെ ലവർ അവരുടെ കൂടെ വരുന്നതിലും വേ ബെറ്റർ ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ ഇപ്പം ഞാനും എൻ്റെ അമ്മമ്മ മാത്രമാണ് വന്നത്. അതുപോലെ നിങ്ങൾക്ക് ഗ്രാൻഡ് മദർ മാത്രം, സിസ്റ്റർ, നിങ്ങൾ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിരിക്കും. സോ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകും. ഇതൊരു അടിപൊളി ഡേ ആയിരുന്നു ഗായ്സ്. ഞാൻ സത്യം പറഞ്ഞാൽ വ്ളോഗ് എനിക്ക് ടെൻഷനായിരുന്നു എന്നെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാം. ഇതിൽ കുറേ പോരായ്മയൊക്കെ ഉണ്ടെന്ന്. ബട്ട് സ്റ്റിൽ ഇന്നത്തെ ഡേയും ഈ വ്ളോഗിങ്ങും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മാമ്മ അവിടെ ഒരു ആൻറ്റി വെച്ച് സംസാരിക്കും. ഇതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു. നിങ്ങളെല്ലാവരും ട്രിവാൻഡ്രത്ത് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും പാലസ് വിസിറ്റ് ചെയ്ത് കാണും. അല്ലാത്തവരാണെങ്കിൽ യു മസ്റ്റ് വിസിറ്റ് ഗായ്സ്. അത്ര ബ്യൂട്ടിഫുള്ളാണ്. വിത്ത് യുവർ ഫാമിലി. അത് നമുക്ക് ഹോം എന്ന് തോന്നുന്ന ഒരു പേഴ്സൺ കാണൂലേ, അയാളുമായിട്ട് നമ്മൾ വരണം. അപ്പോഴേ അതിന് കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആവത്തുള്ളൂ. അപ്പം ഞാനും അമ്മാമ്മയും പാലസ് കുറേ കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരു 15 മിനിറ്റ്സ് വെറുതെ അവിടെ സെക്യൂരിറ്റി അങ്കിളുണ്ട്. അയാളുടെ സംസാരിച്ചുകൊണ്ട് ചുമ്മാ അവിടെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാലസിൻ്റെ അകത്ത് അമ്മാമ്മ കയറിയില്ല. അമ്മാമ്മയ്ക്ക് കാല് വയ്യാത്ത